അപ്പോൾ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. മറ്റേ വെർസായ് പാലസ് പിന്നെ എൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ പുറത്തു കൂട്ടമെല്ലാം ഒന്ന് കയറി വയ്ക്കാം. പിന്നെ നല്ല പൈസ ആണ്, 30 യൂറോക്കാണ്. അപ്പോൾ ഇത് ഗാർഡനാണ്. പക്ഷേ ഇത് ഒന്ന് ശരിയാക്കാനുണ്ട് ഗാർഡനൊക്കെ. ഇതൊന്ന് പോരാ, ഇങ്ങനെയൊന്നും കണ്ടാൽ പോരാ ഗാർഡനൊന്നും. ഇതൊക്കെ ഒന്നുകൂടി ഉഷാറാക്കണം. ഉണ്ടോ? പക്ഷെ ആൾക്കാരുണ്ട്. പക്ഷേ ഏരിയ നോക്ക്, അങ്ങോട്ടുണ്ട്. അങ്ങോട്ട് കുറേ പോകണം. ഇപ്പോൾ സമയമില്ല. ഇനിയിപ്പോൾ പോയി വരുമ്പോഴേക്ക് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഫ്ലൈറ്റ് ക്യാൻസലായി പോകും. അപ്പം കയറി ഇറങ്ങാൻ നല്ല രസമുണ്ട് കാണാം കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ ബാക്ക് ഭാഗമാണ്. എന്താണ് പ്രൗഢ ഗംഭീരം. അന്നുണ്ടാക്കിയ പ്രതിമകളതൊക്കെ. ഇങ്ങനെ കിടക്കാണ് പ്രതിമകൾ. ഉണ്ടോ? കുറച്ച് പണിയെടുക്കുന്നുണ്ട് അവിടെയൊക്കെ. ഇതാണ് കഥ. കഥ കസ്തൂരി. ഇപ്പോൾ ഇതാന്ന് തോന്നുന്നുണ്ട് ഇവരുടെ ഗാർഡനൊക്കെ ഇൻഫർമേഷൻ. ഇപ്പം എങ്ങനെയാണ് ഗ്രാൻഡ് കനാലൊക്കെ ഉണ്ട് കേട്ടോ. തോട് കേട്ടോ. കനാലെന്ന് പറഞ്ഞാൽ പക്ഷേ ഉള്ളോട്ട് പോകുന്നവരും നല്ല ഇതിൽ കാണാം. പക്ഷെ അതിന് കുറേ പൈസ ഒക്കെ കൊടുക്കണം. ഒരു ദിവസം മൊത്തം ഇവിടെ ചിലവാക്കാനുണ്ട്. ഓരോ ഏരിയ ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണത്. ഇങ്ങനെ വരും. വലിയ ഏരിയ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അതെ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻ്റെ ഫോട്ടോ. ഇതാണ് ഗാർഡനൊക്കെ. അപ്പോൾ ഇത് നോക്കി നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് കാണാനുണ്ട്. കണ്ടോ? അപ്പം ഇങ്ങനെ വരും. കണ്ടോ? ഇതിങ്ങനെ ഗാർഡൻ കഴിഞ്ഞ് വലിയൊരു ഇതൊക്കെ ആർട്ടിഫിഷ്യൽ തടാകമാണ്. പക്ഷെ വേറെ അന്ന് രാജകീയ റോയൽ ഫാമിലി അല്ലേ, രാജകുടുംബമല്ലേ. അപ്പോൾ അവരിൽ കുറേ പടയാളികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നല്ല രസമുണ്ട്. ഇപ്പോൾ കണ്ടോ? ഇതാണ് ഗാർഡന്. പിന്നെ അവരുടെ ഇതൊക്കെ ഉള്ളതാണ്. കണ്ടോ? ഉള്ളിൽ പോയാൽ ഇതൊക്കെ പൈസ കൊടുക്കണം. നമ്മളെ വൃന്ദാവൻ പോലത്തെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വൃന്ദാവനൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നത് ടിപ്പു സുൽത്താനെ. വൃന്ദാവനൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും കേട്ടോ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 1100 ഉണ്ടാക്കിയ സാധനം. അതൊക്കെ ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ കിടക്കാണ്. ഗാർഡൻ ഭയങ്കര വലുപ്പം കേട്ടോ. ഞാൻ പുറത്തുള്ളതേ കണ്ടിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ റൂട്ട് മാപ്പ്. ഗ്രാൻഡ് കനാല്. ഇത് ഗ്രാൻഡ് കനാല്. ഇത് പാർക്ക്. ഫ്രഞ്ചിലാണ് എഴുതിയത് കേട്ടോ. റൂഗാല്. ഇതിലിങ്ങനെ പോകണ്ട. ഇതൊരു ചെറിയൊരു തടാകം തോന്നുന്നുണ്ട്. ഇങ്ങനെ പോകും. ഡൊമൈൻ്റെ പെറ്റിറ്റ് ബോസ്കോ. ഇത് വലിയൊരു ഏരിയ കേട്ടോ. വലിയ ഏരിയ ആണ്. ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഓരോന്നിങ്ങനെ ശരിക്കും ഇങ്ങനെ ഞാൻ എപ്പോഴും പറയും പോലെ ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര സംഭവമായിരിക്കും. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സംഭവമായിരിക്കും ഇതൊക്കെ. ഇതാ പുറത്തൊക്കെ അതിലൂടെ വന്ന്. അപ്പം അങ്ങനെയാണ് മക്കളെ.